പേരാമ്പ്രയിൽ പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞ കോൺഗ്രസിന്റെ കലാപശ്രമമാണ് ഇന്നലെ ഉണ്ടായത്. UDF പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടയിലായിരുന്നു ആക്രമണം UDF അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ അടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് UDF കഴിഞ്ഞ ദിവസം മാറിയിരുന്നു. ചേതൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ചേതൻ, പോലീസിനെ അടക്കം ക്രൂരമായി മർദ്ദിക്കുന്നു, ഡിവൈഎസ്പിക്ക് അടക്കം വലിയ രീതിയിൽ പരിക്കുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആസൂത്രിതമായ നീക്കത്തിന് പിന്നിൽ നീക്കമാണ് ഉണ്ടായത്. അവിടെ മാധ്യമപ്രവർത്തകർക്കടക്കം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ. ചേതൻ. അതെ ഭദ്ര, ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചു എന്നാരോപിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ അക്രമ സമരം തന്നെ കോൺഗ്രസ് തീർത്തിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇത്തരത്തിൽ UDF പ്രവർത്തകർ വ്യാപകമായ രീതിയിൽ സംഘർഷം അഴിച്ചുവിടുന്നത്. ഈ സംഘർഷത്തിൽ പല മാധ്യമപ്രവർത്തകരെയും കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. പല മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. മാധ്യമപ്രവർത്തകരെ തെറി അഭിഷേകം നടത്തുന്ന കാര്യങ്ങളടക്കം സംഭവിക്കുകയുണ്ടായി. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ വണ്ടി തടഞ്ഞു വെച്ച അവസ്ഥ UDF സൃഷ്ടിച്ചു. ഇവരെ അസഭ്യം വിളിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ആ തൂവെള്ളയിൽ പൊതിഞ്ഞ ആ കോൺഗ്രസ് സംസ്കാരത്തിന് കടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചു എന്നാരോപിച്ച് ഇപ്പോൾ KC വേണുഗോപാൽ നയിക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ ഇപ്പോൾ പേരാമ്പ്ര പുതിയ ബസ് സ്റ്റാൻഡിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഇങ്ങോട്ടേക്ക് UDF പ്രവർത്തകർ അക്രമി സംഘം ഇരച്ചെത്തുകയും പോലീസിനെ പോലും വകവെക്കാതെ പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ, അതുപോലെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം അസഭ്യം വിളിച്ചും കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നുകൊണ്ടെത്തിയിരിക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ ഒരു അക്രമത്തിന് ഇവർ നടക്കുന്നത്. മാത്രമല്ല KC വേണുഗോപാലിന്റെ കൺമുൻപിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു ഈ അക്രമ പരമ്പര തന്നെ നടക്കുന്നത്. നമ്മൾ കണ്ടതാണ് ചേതൻ, അതായത് ഇന്നലെ നടന്ന ഒരു സംഭവം, അതായത് MP-യുടെ നേതൃത്വത്തിൽ പാർലമെന്റ് പ്രതിനിധിയാണ് ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത് എങ്കിൽ ഇപ്പോൾ ഒരു ദേശീയ നേതാവാണ് ഈ പറയുന്ന KC വേണുഗോപാൽ. അദ്ദേഹം നേരത്തെ നമുക്കറിയാം പോലീസിനെയൊക്കെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം പോലും ഈ പ്രവർത്തകരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രവർത്തകരെ പിൻവലിക്കുന്നതിന് പകരം അവിടെ അവരെ അങ്ങ് അഴിച്ചുവിടുന്ന രീതിയിലേക്ക് പോകുന്നു KC വേണുഗോപാൽ അടക്കം എന്നുള്ളതാണ്. തീർച്ചയായും ഭദ്ര, അങ്ങനെ തന്നെ വേണം വിലയിരുത്തുവാൻ. അക്രമത്തോട് മൗനം പാലിക്കുന്നതും അക്രമത്തെ പിന്തുണക്കുന്നത് പോലെ തന്നെ അവിടെ അക്രമ പരമ്പര അരങ്ങേറുമ്പോഴും ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാർ എന്ന രീതിയിൽ ഈ KC വേണുഗോപാലൊക്കെ ഇറങ്ങി സംയമനം പാലിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കേണ്ടതായിരുന്നു. പക്ഷേ KC വേണുഗോപാൽ യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഈ അക്രമങ്ങൾക്കെല്ലാം മൗനാനുവാദം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, അല്പസമയം മുമ്പ് മാധ്യമ പ്രവർത്തകരെ KC വേണുഗോപാൽ അഭിസംബോധന ചെയ്തിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇന്നലെ ഈ UDF പ്രവർത്തകരെ ഇന്നലെ വന്ന ഈ പോലീസുകാരെയൊക്കെ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരുടെയും എണ്ണം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. 9 മാസം കഴിഞ്ഞാൽ, അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിന് മാക്സിമം ഞങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഭരണം നോക്കി നിങ്ങൾ നിൽക്കേണ്ട എന്നും ഈ പോലീസിനെ നോക്കി ഭീഷണിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം, ഒരു ദേശീയ നേതാവ് എന്ന രീതിയിൽ KC വേണുഗോപാലിന്റെ പ്രതികരണം ഈ ഒരു വിധത്തിലായിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് KC വേണുഗോപാൽ നോക്കി നിൽക്കെ ഈ ഇത്തരത്തിൽ ഒരു UDF പ്രവർത്തകർ വ്യാപകമായി ഈ പേരാമ്പ്രയിലെ ബസ് സ്റ്റാൻഡ് കയ്യേറ്റം ഉണ്ടാവുന്നു. ഒപ്പം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ, അതിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം വിളിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു വ്യാപകമായ ഒരു സംഘർഷത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ഇപ്പോൾ സംഘർഷത്തിന് ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് എത്തി ഇപ്പോൾ സംഘർഷത്തിന് ഒരു അയവ് ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ പ്രധാനമായും എടുത്തു കാണേണ്ടത് സംയമനം പാലിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യേണ്ട നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ, അവരുടെ മൗനാനുവാദത്തിൽ തന്നെ ഇത്തരത്തിൽ UDF അക്രമ പരമ്പര സൃഷ്ടിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്. പത്ര.